ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ZX വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിക്ടോക്കിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു മിനി പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തണുപ്പില്ലാത്തൊരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു കപ്പ് പാലും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. രണ്ടും തണുപ്പില്ലാത്തതാവണം കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. 1.5 കപ്പ് അളവിൽ മൈദപ്പൊടി. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ പൊടി എടുത്തത്. ഈ ഒരു ഗ്ലാസ്സിന് 1.5 കപ്പ് പൊടി. 1/2 കപ്പ് അളവിൽ പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പാം ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. ഇത് നമുക്ക് ഇനി 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലോട്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോട്ടോ നമുക്കിത് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്നും തടവി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തത്. ദോശക്കല്ലിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബോട്ടിലും പൈപ്പിംഗ് ബാഗൊക്കെ. ഇനി ബോട്ടിലൊന്നും ഇല്ല എങ്കിൽ ഒരു കവർ എടുത്തിട്ട് ആ കവറിൻ്റെ ഒരു സൈഡ് ഭാഗം ചെറിയ ഹോളാക്കുക. എന്നിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. ഈ ഷേപ്പ് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. തവി വെച്ചോ സ്പൂൺ വെച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മുപ്പത് സെക്കൻഡ് ആയാൽ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 30 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഇത് കുക്കാവും. ഒരു ഭാഗം കുക്കാവും. ചെറിയ ചെറിയ ഹോളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് ഇത് മറിച്ചിട്ടെടുക്കാം. ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ഇതുപോലെ മറുഭാഗം ഇതുപോലെ ആയി വരുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം. പിന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ. ഇതെല്ലാം ഇവിടെ ചുട്ട് തയ്യാറായിട്ടുണ്ട്. ഈ ബാച്ചും കൂടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലൊന്ന് മാറ്റാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻ്റൊക്കെ അറിയിക്കാം. ഇതിന് മുകളിലോട്ട് 1 ടീസ്പൂൺ തേനും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് തേനിൽ കുത്തി കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുമ്പോൾ